ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നേ ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ചെയ്യാം. ലോങ് എന്ന് പറഞ്ഞാൽ അത്ര ലോങ് ഒന്നല്ല കേട്ടോ. നമ്മളിപ്പോൾ കുറേ ആയി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇത് ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ചെയ്ത ഓർഡർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോണിൽ ഇങ്ങനെ സ്റ്റോറേജ് ഫുള്ളായി വരുമ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഈ വീഡിയോ ഒന്നും ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഞാൻ കരുതി ഇതൊന്ന് എഡിറ്റ് ചെയ്തിടാന്ന്. സത്യം പറഞ്ഞാൽ ഫ്ലേവറുകൾ ഏതാണെന്നൊക്കെ ഞാൻ കുറേ മറന്നു പോയിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ ഇതിൻ്റെ കേക്കിൻ്റെ വിശേഷങ്ങൾ കാണാം. എനിക്ക് തോന്നുന്നു 3-4 ഓർഡേഴ്സാണ് അന്നത്തെ ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കുറച്ച് നാൾ മുമ്പാട്ടോ ഈ കേക്ക് എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം സ്പഞ്ച് എല്ലാം ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചിട്ട് ആണ് ബാക്കി ഞാൻ ഐസിങ്ങിൻ്റെ പരിപാടിയിലേക്കൊക്കെ കടക്കുന്നത്. സ്പഞ്ച് മേക്കിങ്, പിന്നെ ഐസിങ്, പിന്നെ ലാസ്റ്റ് ഡെക്കറേഷൻ, അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്ത് വരുമ്പോൾ കൂടുതൽ ഓർഡേഴ്സ് ഉള്ള ദിവസങ്ങളിൽ കുറച്ചും കൂടെ നമുക്ക് ഒരു ഈസി വേ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതല്ലാതെ നമ്മളൊരു കേക്ക് ചെയ്ത് അതിൻ്റെ വർക്ക് ഫുള്ള് ഫിനിഷ് ചെയ്ത് പിന്നെ അടുത്ത കേക്കിലേക്ക് കിടന്ന് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ബർഡനായിട്ട് അത് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത് സ്പഞ്ചെല്ലാം കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ടിന്നിൽ നിന്നെല്ലാം അത് മാറ്റി ആ ടിന്നുകളെല്ലാം കഴുകാനായിട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. ചെയ്യുന്ന ജോലികൾ അപ്പം തന്നെ അവിടെ ഫിനിഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വിടാറുണ്ട്. ചില സമയത്ത് അടുപ്പിച്ചിങ്ങനെ ഓർഡേഴ്സ് ഒരു ദിവസം പോലും ഗ്യാപ്പില്ലാതെ ഓർഡേഴ്സ് ഭയങ്കര തിരക്കിൽ വരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക സ്ട്രെസ്ഡായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എന്നാലും മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന ഓർഡേഴ്സ് ഞാൻ എടുക്കാറുണ്ട്. അങ്ങനെ ഓർഡർ വന്നിട്ട് അത് ക്യാൻസൽ ചെയ്ത് കളയുന്നത് വളരെ റെയറായിട്ടാണ്. പിന്നെ നമുക്ക് എപ്പോഴും ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഒരു ദിവസം 2 ദിവസം മുൻപ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമാണ്. കാരണം പെട്ടെന്ന് വരുന്ന ഓർഡേഴ്സ് നമുക്ക് പറ്റുന്ന പറയുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് വേറെ ഓർഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വർക്കുകൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിട്ട് ഇരിക്കുന്നുണ്ടാവുക. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു ഓർഡർ തന്നിട്ട് വൈകുന്നേരത്തേക്ക് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ കസ്റ്റമേഴ്സിനോട് എപ്പോഴും പറയാറുണ്ട്, ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുമ്പോൾ മാക്സിമം നേരത്തെ പറ്റുന്ന രീതിയിൽ ഫ്ലേവർ, വെയിറ്റ്, കസ്റ്റമൈസേഷൻ അങ്ങനെ എല്ലാം ചെയ്തിടാനായിട്ട് ഞാൻ പറയാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ മേക്കിംഗ് മുതൽ ഇതിൻ്റെ ഡെലിവറി വരെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് ഹസ്ബൻഡ് വരും. ഇപ്പോൾ നമ്മുടെ 2 വീലറിൽ ഫ്രണ്ടിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത കേക്കുകൾ കൊടുക്കാനായിട്ട് ഹസ്ബൻഡ് വരാറുണ്ട്. പക്ഷേ എന്താ പറയുക, ഇതിൻ്റെ എഡിറ്റിങ്, ഫോട്ടോ, ഡിസൈൻ എല്ലാം നമ്മളാണ് ചെയ്യുന്നത്. ഈവൻ ഇത് കഴിഞ്ഞിട്ടുള്ള പാത്രം കഴുകൽ വരെ നമ്മളാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഒരു കേക്ക് ഫിനിഷ് ചെയ്ത് കസ്റ്റമറുടെ കയ്യിലേക്ക് അത് എത്തിക്കുന്നവരെ നല്ല സ്ട്രെസ്ഡ് ആയിട്ട് നല്ല അതിൻ്റെ ബാക്കിൽ നല്ല ഹാർഡ് വർക്ക് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ രാവിലെ ഒരു 9 to 5 ജോലി ചെയ്യുന്ന പോലെ തന്നെ, ഇപ്പോൾ അതിനെ ഞാൻ കുറച്ച് കാണുക അല്ലെങ്കിൽ അതിനെ കമ്പയർ ചെയ്യുക ചെയ്യില്ല, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജോലിയാണ്. എല്ലാവരും പറയും വീട്ടിലിരുന്നാണ് ചെയ്യുന്നത്, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, വീട്ടിലുണ്ടല്ലോ അങ്ങനെ പറയും. പക്ഷേ എനിക്ക് തോന്നുന്നു രാവിലെ നമ്മൾ വീട്ടിലത്തെ ജോലികളെല്ലാം കഴിച്ച് നമ്മൾ രാവിലെ ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് പോയി കഴിഞ്ഞ് വൈകുന്നേരം വരുന്ന വരെ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളായിട്ട് ഫ്രീ ആണ്. പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലത്തെ കാര്യങ്ങളും അറ്റ് എ ടൈം കേക്കിൻ്റെ കാര്യങ്ങളും കുട്ടിയുടെ കാര്യങ്ങളും എല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ ഈ ജോലികൾ ചെയ്യുന്നത്. ഓരോ കേക്കും കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ്. എൻ്റെ അടുത്ത് തന്നെ കുറേ ആളുകൾ വളരെ പുച്ഛത്തോടു കൂടി ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നീ ഇത്രയൊക്കെ പഠിച്ചിട്ട് നീ എന്തിനാ ഈ കേക്കിൻ്റെ ഫീൽഡിലേക്ക് വന്നത്, അല്ലെങ്കിൽ നിനക്ക് വേറെ ഏതെങ്കിലും ജോലികൾ നോക്കിക്കൂടെ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ കൂടിയുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ പറയണേ, എല്ലാ ജോലിക്കും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ അറ്റ് ലാസ്റ്റ് നമുക്ക് വേറെ ആരെയും അത് ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് എത്തുന്നു ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ല. ലൈഫിൽ നമ്മൾ സ്റ്റക്കായി നിൽക്കുന്ന ചില സമയങ്ങളുണ്ടാവില്ലേ, ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്റ്റക്കായി നിൽക്കുന്ന ചില ടൈം, അതുപോലൊരു ടൈമിലാണ് എൻ്റെ ഫ്രണ്ട് വിദ്യേച്ചി വഴി ഇതുപോലെ കേക്ക് ഉണ്ടാക്കുന്ന ഒരു ഐഡിയ എനിക്ക് വന്നത്. അപ്പോൾ ആൾ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്ന് ഞാനങ്ങനെ ട്രൈ ചെയ്യായിരുന്നു. ഫസ്റ്റത്തെ അറ്റംപ്റ്റിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ വന്നിരുന്നു. അപ്പോൾ ഞാൻ കരുതി എനിക്ക് വീട്ടിലിരുന്നിട്ട് വീട്ടിലത്തെ കാര്യങ്ങളും കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകാവുന്ന ഒരു ഫീൽഡായ കാരണം അന്ന് ഇത്രയും ഒന്നും ഡെവലപ്പ് ആവുമെന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്തു തുടങ്ങിയൊരു ബിസിനസ് അല്ല കേട്ടോ ഇത്. പക്ഷേ ആദ്യം ഞാനൊരു ചെറിയ ഓവൻ വാങ്ങിച്ചു, 60 ലിറ്റേഴ്സിൻ്റെയാണ് വാങ്ങിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ബീറ്റർ വാങ്ങിച്ചു. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്. ഇപ്പോഴായാലും ഞാൻ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ബൾക്കായിട്ട് റോ മെറ്റീരിയൽസ് എടുക്കുന്നത് വളരെ കുറവാണ് കേട്ടോ. എന്തോ ഞാനിപ്പോഴും ഇതുവരെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൊരു തോട്ട് എൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന കാരണം കൊണ്ടായിരിക്കാം ഞാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ പർച്ചേസ് ചെയ്യാറുള്ളൂ. നമ്മൾ കൂടുതൽ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് വെച്ചിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഓർഡേഴ്സ് വരാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ
ആ ഒരു സാധനങ്ങൾ ഇരുന്ന് അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് പോകുന്ന ആ ഒരു അവസ്ഥയൊക്കെ വരുന്നല്ലോ എന്നുള്ള ഒരു തോട്ട് എപ്പോഴും മൈൻഡിൽ നിൽക്കുന്നുണ്ട് എൻ്റെ. അത് കാരണം കൊണ്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ ഞാൻ പർച്ചേസ് ചെയ്ത് വെക്കാറുള്ളൂ. ഇപ്പോഴും ഞാൻ എൻ്റെ ആ ഒരു ബിസിനസ് ഇത്രയും ഡെവലപ്പായി എന്ന് വിശ്വസിക്കാനുള്ളൊരു മൈൻഡിലേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തൊരു ജോലി ചെയ്യുമ്പോഴും അതിൽ നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചുറ്റുമുള്ളവർ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം അറ്റ് ലാസ്റ്റ് നമ്മുടെ പീസ് ഓഫ് മൈൻഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കുറേ നാളുകളായിട്ട് ഞാൻ എനിക്ക് ചുറ്റും കേട്ടുകൊണ്ടിരുന്ന കുറേ ക്വസ്റ്റ്യൻസിനുള്ള ഒരു ആൻസർ കൂടിയാണ് ഈ ഒരു വീഡിയോ. ഞാൻ ഈ ചെയ്യുന്ന ജോലികൾ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ചില സമയങ്ങളിൽ എനിക്കൊരു സ്ട്രെസ്ഡ് ആയിട്ട് തോന്നാറുണ്ടെങ്കിൽ പോലും ഞാനിത് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഓരോ ഓർഡേഴ്സും ചെയ്യുന്നതും അത് ഡെലിവറി ചെയ്യുന്നതും. ഒരു ജോലിയും വില കുറച്ച് കാണാതിരിക്കുക. എല്ലാ ജോലിക്കും അതിൻ്റേതായ ഇമ്പോർട്ടൻസും ഹാർഡ് വർക്കും ഉറക്കമൊഴിഞ്ഞ രാത്രികളും അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് വിശ്വസിക്കുക. ഒരാളെയും നമ്മൾ മനഃപൂർവ്വം അവരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജോലിയുടെ കാര്യത്തിലായാലും മറ്റെന്ത് കാര്യങ്ങളിലായാലും നമ്മളൊരു കാരണം പറയാം നമ്മുടെ വാക്കുകൾ ഒരാൾക്ക് വേദന ഉണ്ടാക്കുന്നുള്ള രീതിയിൽ സംസാരിക്കാതിരിക്കാം. ഒരാളുടെ ലൈഫിലും ജോലിയിലും അവരത് ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരത് ചെയ്യാനായിട്ട് അനുവദിക്കാം. അവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അവരെ എന്താ പറയുക ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയാതിരിക്കാൻ നമുക്ക് മാക്സിമം ശ്രമിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്കിതൊക്കെ പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇത്രയധികം സംസാരിച്ചത്. ഇനി കേക്കിൻ്റെ ഫോട്ടോസ് എല്ലാം ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ഇത്രയാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.